ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. തക്കാളി, തൈര്, തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ, പപ്പടവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തക്കാളിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വലുതാണെങ്കിൽ പിന്നെ 3 എടുത്താൽ മതി. കുഞ്ഞും തക്കാളി ആണെങ്കിൽ ഒരു 4 എടുക്കാം. 4 വരെ മതി, കൂടുതൽ എടുക്കണ്ട. പിന്നെ എടുത്തതാണ് 4 പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് എന്താ പറയുക, കക്കിരിക്ക കടിക്കുന്ന മാതിരിയുള്ള പച്ചമുളകായ, തീരെ എരിവില്ലാത്ത. ഇപ്പോൾ ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് നമുക്ക് പുളിക്കനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വറവിടാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കണേ. അപ്പോൾ തക്കാളി മുറിച്ചിട്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് തക്കാളി മുറിച്ചത്. അപ്പോൾ നമുക്ക് ചട്ടിയിൽ കറി വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ എനിക്കും കൂടുതൽ ചട്ടിയിൽ കറി വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾക്ക് ഇനി അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഏറ്റവും ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി, പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മുങ്ങിക്കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം മതിയാവും, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. തക്കാളി പെട്ടെന്ന് വേവുന്നതാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. പിന്നെ തേങ്ങ അരക്കുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കളറാണ് അത്. അരച്ചെടുക്കുന്ന സമയത്ത് തൈര് ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ തക്കാളി കറിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഇച്ചിരി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള പിന്നെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, എരിവും പാകത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് നന്നായിട്ട് കറി ഒന്ന് ചൂടായാൽ മതി, തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ചെറിയ തീയിലിട്ടിട്ട് ഞാൻ കറി നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ കഷ്ണം വെല്ലത്തിൻ്റെ കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലുള്ള കറികളിലൊക്കെ ഇച്ചിരി മധുരം ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മധുരം താല്പര്യം ഇല്ലാത്തവർ ഒന്ന് ചേർത്ത് കൊടുക്കണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് തീ ഓഫാക്കി കൊടുക്കാം. ഒന്ന് വറവിട്ടും കൊടുക്കാം ഇതിൽ. അപ്പോൾ ഇതാ വറവെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രുചികരമായ തക്കാളിക്കറി, തൈരൊഴിച്ച തക്കാളിക്കറി, തൈരും തേങ്ങയിലും ചേർത്തരച്ച തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറീൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.